നമസ്കാരം. എല്ലാവർക്കും കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നത് ഏകശ്ലോകി രാമായണത്തിനെ കുറിച്ചാണ്. രാമായണം വായിക്കാൻ വളരെ ആഗ്രഹം കാണും, മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹമുള്ളവർ കാണും. പക്ഷേ സാഹചര്യവും സമയവും ഒന്നും അവർക്ക് ശരിയാവത്തില്ല. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ദിവസവും രാമായണം വായിക്കാൻ സാധിക്കും. ചിലർ 31 ദിവസം കൊണ്ട്, കർക്കിടകത്തിൽ 31 ദിവസം കൊണ്ട് രാമായണം വായിക്കുന്നവരുണ്ട്. മറ്റ് ചിലരൊക്കെ ജോലിയൊന്നുമില്ല, പ്രായമായി വീട്ടിലൊക്കെ ഇരിക്കുന്നവർ ദിവസവും കുറച്ച് രാമായണം വീതം വായിച്ചിട്ട് നിർത്തും, പിറ്റേ ദിവസം വായിച്ച് അങ്ങനെ രാമായണം മുഴുവൻ വായിക്കുന്നവരുമുണ്ട്, വീണ്ടും തുടങ്ങുന്നവരുണ്ട്. പക്ഷേ ഇതിനൊന്നും സാധിക്കാതെ എന്നാൽ രാമായണം വായിക്കണമെന്ന് വളരെ ആഗ്രഹമുള്ളവരുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഏകശ്ലോകി രാമായണം. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഏതായാലും പക്ഷേ അത് വായിക്കാൻ സൗകര്യമുള്ളവർ മറ്റേ രാമായണം തന്നെ വായിക്കുന്നതാണ് നല്ലത്. വായിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് വിഷമം ഉണ്ടാകണ്ട. ഇത് വായിച്ചാലും രാമായണം വായിച്ച പുണ്യം കിട്ടും. നമ്മൾ രാമായണം മുഴുവൻ വായിച്ച പുണ്യം കിട്ടും ഈ ഏകശ്ലോകി രാമായണം വായിച്ചാൽ. നമുക്ക് അതൊന്ന് കേട്ട് നോക്കിയാലോ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലിനിഗ്രഹം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണകുംഭകർണഹനനം. ഇതാണ് ഏതത്തി രാമായണം. ഈ രാമായണം വായിച്ചാലും രാമായണം മുഴുവൻ വായിച്ച പുണ്യം കിട്ടുമെന്ന് പറഞ്ഞു. അതായത് ബാലകാണ്ഡം തൊട്ട് യുദ്ധകാണ്ഡം വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചൊല്ലുന്നത്. എല്ലാ ഭാഗങ്ങളും ഈ ശ്ലോകത്തിനകത്തുണ്ട്. ഈ ഏതത്തി രാമായണത്തിനകത്ത് ബാലകാണ്ഡം തൊട്ട് യുദ്ധകാണ്ഡം വരെയുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ രാമായണം സാഹചര്യം കൊണ്ട് വായിക്കാൻ കഴിയാത്തവർക്ക് ഇത് വായിച്ചാലും രാമായണം വായിച്ച പുണ്യം കിട്ടും. അതുകൊണ്ട് രാമായണം വായിക്കാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട, ഇതെങ്കിലും ജപിച്ചാൽ മതി എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞത്. അങ്ങനെ ഒരു അറിവാണ് എനിക്കുള്ളത്. കൂടുതലൊന്നും അറിയത്തില്ലെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഈ രാമായണ പുണ്യം നേടാം എന്നുള്ളത് കൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു കഥയുമായി ഉടനെ വരുന്നതാണ്. ഇതൊരു ചെറിയ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് വിഷമം വരണ്ട എന്ന്, എല്ലാവർക്കും വായിക്കാൻ രാമായണം വായിക്കാത്തവർക്ക് വിഷമം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. നമസ്കാരം.